ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഡ്രീം 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 ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട്സ് ഇൻ ആക്ഷൻ. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ കോട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് സ്വപ്നം കാണുക, നല്ല കാര്യങ്ങൾ നമുക്ക് നടക്കണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ സ്വപ്നം കാണുക, അതൊക്കെ നമ്മുടെ ചിന്തയിലേക്ക് എത്തിക്കുക, അത് ആക്ഷനിലേക്ക് വരുത്തിക്കുക. അപ്പൊ എല്ലാവരും നല്ല നല്ല സ്വപ്നങ്ങൾ കാണട്ടെ, നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഒവേറിയൻ സിസ്റ്റ്. നമ്മൾ മിക്കവാറും ഉള്ളവരൊക്കെ ഇപ്പൊ കേട്ടിട്ടുണ്ടായിരിക്കല്ലേ, ഇപ്പൊ മിക്കവാറും എല്ലാവർക്കും തന്നെ ഉണ്ട് എന്തെങ്കിലും ടൈപ്പ് ഓഫ് സിസ്റ്റുകൾ, അല്ലേ? ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഗൈനി ഈ സൈഡിൽ പോവാണ്, നമ്മളൊരു സ്കാൻ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ PCOD സിസ്റ്റ് ഇതൊക്കെ ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്നതായതുകൊണ്ട് എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഈ ഒവേറിയൻ സിസ്റ്റ് എന്ന് പറയുന്നത്? എന്തെങ്കിലും ഫ്ലൂയിഡ് ദ്രാവകങ്ങൾ കളക്റ്റഡ് ആയി കിടന്നിട്ട് ഉണ്ടാകുന്നതാണ് സിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി സിസ്റ്റുകൾ, ഒവേറിയൻ സിസ്റ്റുകൾ തന്നെ പല ടൈപ്സിലും ഉണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒവേറിയൻ സിസ്റ്റിന് ഉണ്ടാകുന്ന സിംറ്റംസ്? അബ്ഡോമിനൽ ക്രാംസ്, വയറിനിങ്ങനെ കൊളുത്തി പിടിക്കുന്നത് പോലെയുള്ള ഒരു വേദന ഉണ്ടാവും. പിന്നെ സിവിയർ ഡിസ്മെനോറിയ, നമുക്ക് പീരിയഡ്സ് ആവുന്ന സമയത്ത് അതിഭയങ്കരമായ വയറുവേദന ഉണ്ടാവും. ഇറഗുലർ പീരിയഡ്സ്, ഒന്നുകിൽ പീരീഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും, 7 days ആയാലും സ്റ്റോപ്പ് ആവില്ല. അതല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് ആയിരിക്കും. അതല്ലെങ്കിൽ ഒരു പീരീഡിനും അടുത്ത പീരീഡിനും ഇടയിൽ ഇങ്ങനെ ഇടവിട്ട് സ്പോട്ടിങ് പോലെ കാണപ്പെടും. അങ്ങനെ മെൻസ്ട്രൽ സൈക്കിളിൽ ഉണ്ടാവുന്ന ഇറഗുലാരിറ്റീസും ഇതിന്റെ ഒരു സിംറ്റം ആണ്. മറ്റ് സിംറ്റംസ് ആണ് നമുക്ക് പെയിൻഫുൾ ഇന്റർകോഴ്സ്, അതായത് നമ്മൾ സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് സ്ത്രീകൾക്ക് അതിഭയങ്കരമായ വേദന ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ സിസ്റ്റുകൾ മറ്റുള്ള ഓർഗൻസിൽ കംപ്രസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് ബ്ലോട്ടിങ്, ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഒരുപാടായിട്ട് കാണപ്പെടാറുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ ഒവേറിയൻ സിസ്റ്റിന്റെ ടൈപ്സ് എന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് ഫങ്ഷണൽ സിസ്റ്റ്. വളരെയധികം പേടിക്കേണ്ടതായിട്ടൊന്നും ഇല്ലാത്ത, ജസ്റ്റ് ഒരു സിസ്റ്റ് പോലെ വന്ന ഒരു 2-3 months ഒക്കെ കഴിയുമ്പോഴത്തേന് അത് തന്നെ സബ്സൈഡായി ഷ്രിങ്ക് ആയി പൊക്കോളും. അങ്ങനെയുള്ള സിസ്റ്റാണ് ഫങ്ഷണൽ സിസ്റ്റ്. ജസ്റ്റ് ഫോളിക്കുലർ സിസ്റ്റുകളായിരിക്കും അത്. അതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇനി മറ്റൊരു ടൈപ്പാണ് ചോക്ലേറ്റ് സിസ്റ്റ്. അതായത് ചോക്ലേറ്റ് കളറിലുള്ള ദ്രാവകങ്ങൾ ഇങ്ങനെ കളക്റ്റഡ് ആയി കിടക്കുകയും, എന്തുകൊണ്ടാണ് ഈ ചോക്ലേറ്റ് കളർ അല്ലെങ്കിൽ ഡാർക്ക് കളറിൽ കാണപ്പെടുന്നത്? നമ്മുടെ കളക്റ്റഡ് ബ്ലഡ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഡാർക്ക് കളറിൽ കാണപ്പെടുകയും അങ്ങനെയാണ് ഇതിന് ചോക്ലേറ്റ് സിസ്റ്റ് എന്നുള്ള പേര് വരികയും ചെയ്യുന്നത്. ഇതിന്റെ സിംറ്റംസും ഈ പറഞ്ഞതുപോലെ തന്നെ അബ്ഡോമിനൽ ക്രാംസ് സിവിയർ ആയിട്ട് കാണപ്പെടാറുണ്ട്. ഇറഗുലർ പീരിയഡ്സിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഒക്കെ കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ഗോയിങ്ങോ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ സിവിയർ ഡിസ്മെനോറിയ വന്നിട്ട് അവർക്ക് ക്ലാസ്സിൽ നിന്ന് ലീവ് എടുക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്താറുണ്ട്. ഇനി ഈ ചോക്ലേറ്റ് സിസ്റ്റിന്റെ പ്രത്യേകത എന്താ? ഈ ചോക്ലേറ്റ് സിസ്റ്റിന് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഇതിന് മറ്റുള്ള ഓർഗൻസുമായിട്ട് പറ്റിപ്പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് അഡ്ഹഷൻസ് എന്ന് പറയും. ചുറ്റുമുള്ള ഓർഗൻസുമായിട്ട് ഇതിങ്ങനെ പറ്റിപ്പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഒരുപാട് ഫേസ് ചെയ്യാറുണ്ട് ചോക്ലേറ്റ് സിസ്റ്റം ഉള്ളവർ. അതായത് കൺസീവ് ആവാൻ ട്രൈ ചെയ്യുമ്പോൾ കൺസീവ് ആകുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഒരു അൾട്രാസൗണ്ട് ഒക്കെ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത് ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ട് എന്നുള്ളത്. ഇനി നമ്മളിത് സർജിക്കൽ മെഷേഴ്സിലൂടെ നമ്മൾ ഈ ചോക്ലേറ്റ് സിസ്റ്റിനെ റിമൂവ് ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെ റിമൂവ് ചെയ്താൽ തന്നെയും ഇതിന് റിക്കറൻസ്, വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റ് ആണ് ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സിസ്റ്റ് ആണ് ഡെർമോയിഡ് സിസ്റ്റ്. ഡെർമോയിഡ് സിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെയോ ബോണിന്റെയോ ടീത്തിന്റെയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഈ സിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ബോൺ പീസോ സ്കിന്നിന്റെ പീസോ അല്ലെങ്കിൽ ടീത്തിന്റെ പീസോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. ഇത് പറയുന്നത് നമ്മൾ എംബ്രിയോണിക് സ്റ്റേജിൽ ഡെവലപ്പായി വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഇതിനകത്ത് ട്രാപ്പ് ആവുകയും അത് ഫ്യൂച്ചറിൽ ഡെർമോയിഡ് സിസ്റ്റ് ആയിട്ട് വരികയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് കാണപ്പെടുന്ന സിസ്റ്റ് ആണ് എൻഡോമെട്രിയൽ സിസ്റ്റ്. ഈ എൻഡോമെട്രിയം എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിന്റെ ഇന്നർ ലൈനിങ്, ഒരു ഇങ്ങനെ ലെയേഴ്സ് ആയിട്ടാണല്ലോ നമുക്ക് യൂട്രസ് ഉള്ളത്. അതിൽ അകത്ത് കാണപ്പെടുന്ന ലൈനിങ് ആണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അവിടെ രൂപപ്പെട്ട് വരുന്ന സിസ്റ്റുകളാണ് എൻഡോമെട്രിയൽ സിസ്റ്റ് എന്ന് പറയുന്നത്. ഈ എൻഡോമെട്രിയൽ സിസ്റ്റിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് അഡ്ഹഷൻസ്. അതായത് ചുറ്റുമുള്ള ഓർഗൻസുമായിട്ടൊക്കെ പറ്റിപ്പിടിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നതാണ് ഈ എൻഡോമെട്രിയൽ സിസ്റ്റം. നമ്മൾ എങ്ങനെ ഇതിനെ ഡയഗ്നോസ് ചെയ്യും? നമ്മൾ ഹിസ്റ്ററി ഒക്കെ കളക്ട് ചെയ്ത് ഇവർക്ക് എന്തൊക്കെ സിംറ്റംസ് ആണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഡോക്ടർ ഒരു അൾട്രാസൗണ്ടിന് വേണ്ടിയിട്ട് പറയും. അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻഡോമെട്രിയൽ സിസ്റ്റം ഉണ്ട് എന്ന് കാണുകയും അതിന് അഡ്ഹഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് കാണുകയും ചെയ്യുകയാണെങ്കിൽ
ചിലപ്പോൾ CTO MRI ഒക്കെ എത്രത്തോളം ഇതിന് അഡ്ഹഷൻസ് ഉണ്ട് എന്നൊക്കെ എവിടം വരെ ഉണ്ട്, അതിന്റെ എത്ര സെന്റിമീറ്ററിലൊക്കെ ഉണ്ട് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഫർദർ CT MRI ഒക്കെ ചെയ്യേണ്ടി വരും. ഇതിനും നമ്മൾ എന്ത് ചെയ്യും, സർജിക്കൽ മെഷേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ എൻഡോമെട്രിയൽ സിസ്റ്റുകൾ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് സർജിക്കൽ ഇന്റർവെൻഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇനി അടുത്തതാണ് സിസ്റ്റ് ആഫ്റ്റർ മെനോപോസ്. ഈ മെനോപോസിന് ശേഷം, മെനോപോസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പീരീഡ്സ് ആയി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു 55-60 ഒക്കെ ആകുമ്പോഴത്തേന് എന്ത് ചെയ്യും, പീരീഡ്സ് നിൽക്കും, പെർമനന്റ് ആയിട്ട് അത് നിൽക്കും. ഇങ്ങനെ പീരീഡ്സ് നിന്നതിന് ശേഷം ഇവർക്ക് എന്ത് ചെയ്യും, സിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് വരും. ഓവറിക്കകത്തൊക്കെ സിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് വരും. ഇങ്ങനെ വരുന്ന സിസ്റ്റുകൾക്ക് ക്യാൻസറിലേക്ക് നയിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. കൂടുതലും ഇത് ക്യാൻസർ സ്ക്രീനിങ്ങിലോട്ടൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റ് ആണ് മെനോപോസിന് ശേഷം വരുന്ന സിസ്റ്റ്. ഈ നമ്മുടെ 2 ഓവറിയിലും ഇതിങ്ങനെ വലിയ ബിഗ് സിസ്റ്റുകളായിട്ട് കാണപ്പെടുകയും അതുപോലെ തന്നെ പാപ്പിലറി ഫോർമേഷൻ, അതായത് നമ്മുടെ ഈ കോമ്പിന്റെ ഒക്കെ ടീത്തില്ലേ, അല്ലെങ്കിൽ ഫിംഗർ ലൈക്ക് അതുപോലത്തെ പ്രൊജക്ഷൻസ് പോലെയൊക്കെ കാണപ്പെടാറുണ്ട്. ഇനി ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതിന്റെ അൾട്രാസൗണ്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെയുള്ള സിസ്റ്റുകൾക്ക് നമ്മൾ ക്യാൻസർ മാർക്കേഴ്സ് പോലുള്ള ബ്ലഡ് ടെസ്റ്റുകളും ചെയ്ത് നോക്കാറുണ്ട്. CA-125 പോലുള്ള ക്യാൻസർ മാർക്കേഴ്സ് ഒക്കെ ചെയ്ത് നോക്കി ഇത് ക്യാൻസറിന്റെ എന്തെങ്കിലും സൈൻ ആണോ അല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാറുണ്ട്. അതുപോലെ സർജിക്കലി നമ്മൾ റിമൂവ് ചെയ്ത് ഇതിനെ നമ്മൾ ബയോപ്സിക്കൊക്കെ അയക്കുകയും ഫർദർ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാന്ന് മേക്ക് ഷുവർ ചെയ്യാനും ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ വരുന്ന സിസ്റ്റുകൾ 5 സെന്റിമീറ്ററിന് താഴെയാണെങ്കിൽ അത് പ്രത്യേകിച്ച് വലിയ ഇന്റർവെൻഷൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു 7 സെന്റിമീറ്റർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളിത് സർജിക്കലി റിമൂവ് ചെയ്ത് തന്നെ ആവണം, സർജിക്കലി റിമൂവ് ചെയ്യണം. ഇനി ഇതിന് വരുന്ന മറ്റൊരു കോംപ്ലിക്കേഷൻ എന്താന്ന് വെച്ചാൽ ഇതൊരു വലിയ സിസ്റ്റ് ആണല്ലേ, അപ്പൊ ഈ സിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓവറിയൊക്കെ ഇങ്ങനെ തിരിക്കാൻ പറ്റും. ഒവേറിയൻ ടോർഷൻ എന്ന് പറയും. നമ്മുടെ ഓവറി ഇത് എന്ത് ചെയ്യും, ഇങ്ങനെ പിടിച്ച് തിരിക്കും. ഇങ്ങനെ തിരിക്കുന്നത് സത്യത്തിൽ ഒരു എമർജൻസിയാണ്. നമ്മൾ പെട്ടെന്ന് അതിഭയങ്കരമായ വേദന വരിക, ചിലപ്പോൾ ഫെയിന്റ് ചെയ്യാറുണ്ട്, എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തി എമർജൻസി ആയിട്ട് സർജറി ചെയ്യണം. കാര്യം ഇതിങ്ങനെ തിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷനെയും ഇത് എന്ത് ചെയ്യും, കട്ട് ഓഫ് ചെയ്യും. ഒരുപാട് വൈകിട്ടാണ് നമ്മളിത് സർജറിക്ക് വേണ്ടിയിട്ട് പോകുന്നതെങ്കിൽ ഈ ബ്ലഡ് സർക്കുലേഷൻ ഫുള്ള് പോയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഭയങ്കര നീല നിറത്തിൽ ചിലപ്പോൾ അങ്ങ് കറുത്ത് പോവും. അങ്ങനെ അത്രയും ബ്ലഡ് സർക്കുലേഷൻ കട്ടായി ഫുള്ളി ആ സെൽസ് ഡെഡ് ആയി കഴിഞ്ഞാൽ നമുക്കതിനെ സർജിക്കലി റിമൂവ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി അതല്ല, നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കട്ട് ഓഫ് ആയി തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിൽ ഈ ടോർഷൻ ആയതിനെ നമ്മൾ ഡീടോർഷൻ ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യാണ് ചെയ്യാറ്. ഇനി ഈ മെനോപോസ് ആയവരിൽ മാത്രമല്ല, നമ്മൾ ടീനേജേഴ്സിലാണെങ്കിലും അഡൾട്ട്ഹുഡിലാണെങ്കിലും ഒക്കെ നമ്മൾ എന്താ, ഈ ചില ഒവേറിയൻ സിസ്റ്റുകൾ സൈസ് കൂടുതലുള്ളതാണെങ്കിൽ ഇതുപോലൊരു ഒവേറിയൻ ടോർഷന്റെ ബിഹേവിയർ കാണിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എമർജൻസി സർജിക്കൽ മെഷേഴ്സ് ആണ് ചെയ്യാറ്. ലാബ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ലാബ് പോസിബിൾ അല്ലാത്ത സാഹചര്യത്തിൽ അത്ര എമർജൻസി ഒക്കെ ആണെങ്കിലും നമ്മൾ ഓപ്പൺ സർജറി ചെയ്ത് ഡീടോർഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ടതോ ഒക്കെ ആയിട്ട് വരും. അത് ഓപ്പൺ ചെയ്ത് അതിന്റെ കണ്ടീഷൻ എന്താന്ന് കണ്ടതിന്റെ ബേസിസിലായിരിക്കും ട്രീറ്റ്മെന്റ് കൺഫേം ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.